ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഒരു ലോങ് വീഡിയോ ഇട്ടാണ് കേട്ടോ. എന്ന് പറയുമ്പോൾ നമ്മുടെ ബുഷി പ്ലാന്റ്സിനെ പറ്റിയിട്ടും ലീഫി പ്ലാന്റ്സിനെയൊക്കെ മൊത്തത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ലോങ് വീഡിയോ ഇട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യമേ തന്നെ കാണിക്കുന്ന പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ചെടിയാണ് കേട്ടോ. എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, നല്ല ലൈറ്റായിട്ടുള്ള ഗ്രീൻ ഷെയ്ഡാണ് ഇതിൻ്റെ ഒരു ലീഫ് എന്ന് പറയുമ്പോൾ. അതായത് നമ്മുടെ ഈ വാഴക്കുരുന്നിൻ്റെയൊക്കെ കളറില്ലേ, ആ ഒരു കളറാണെങ്കിൽ വേണമെങ്കിൽ പറയാം നമുക്ക്. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ടർട്ടിൽ വൈനില്ലേ നോർമലായിട്ടുള്ള അതുപോലെ ഇങ്ങനെ പടർന്നു പോകുന്ന ഒരു ചെടിയാണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു പ്ലാന്റാണ്. നമുക്കിത് കട്ട് ചെയ്തൊക്കെ കൊടുത്തിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇത് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. പെട്ടെന്ന് തന്നെ ഇത് വളരുന്നുണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ നമ്മൾ മറ്റേ ഈ വെയിലുള്ള സ്ഥലത്തൊക്കെയാണ് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഈ ഒരു യെല്ലോ മിക്സ് ചെയ്ത് കൂടിയുള്ള ഒരു നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കളർ നമുക്ക് ഫീൽ ചെയ്യും. അല്ല നമ്മൾ വെയിൽ ഇല്ലാത്ത സ്ഥലത്താണ് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റ് വന്നിട്ട് കുറച്ചുകൂടി ഒരു നല്ല ഗ്രീൻ ആയിട്ടുള്ള ഒരു കളറായിരിക്കും അതിന് വരിക. ദെൻ ഈ കാണുന്ന പ്ലാന്റ് ഉണ്ടല്ലോ, ഈ ഒരു പുല്ല് പോലെ കാണുന്ന പ്ലാന്റ്, ഇത് വന്നിട്ട് ആക്ച്വലി കുഞ്ഞു കുഞ്ഞു തൈകളായിട്ടായിരിക്കും നമുക്ക് നിൽക്കുന്നുണ്ടാവുക. ദെൻ ഇതിന് നമ്മൾ അത്യാവശ്യം ഒരു ലാർജറായിട്ടുള്ള ഒരു ഏരിയയിൽ നമ്മൾ കുറച്ച് ഗ്യാപ്പൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഓരോ തൈകളും നമ്മൾ നട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് കെയർ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് നിറഞ്ഞത് പൊടിച്ച് വരും കേട്ടോ. ദെൻ ഈ ഒരു പ്ലാന്റ് വന്നിട്ട് ഒരു ലീഫി പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഒരു ലീഫിൻ്റെ ആ ഒരു സ്ട്രക്ചർ കണ്ടില്ലേ, നല്ല ഒരു എന്താ പറയുക, അത്യാവശ്യം നല്ല ലെന്തി ആയിട്ടുള്ള ലീവ്സാണ് ഇതിനുള്ളത്. പിന്നെ അത് മാത്രമല്ല ആ ഒരു വൈറ്റ് ലൈനിങ്ങിന് രണ്ട് സൈഡും വരുമ്പോൾ അത് വേറൊരു കുറച്ചുകൂടി ഒരു അട്രാക്റ്റഡ് ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഈ കാണിക്കുന്നതൊക്കെ ഓരോ ടൈപ്പ് ഓഫ് ബുഷി പ്ലാന്റ്സ് തന്നെയാണ്. പിന്നെ ഉണ്ടല്ലോ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ഒരു വെയിലുള്ള സ്ഥലത്താണ് ഇതാ കണ്ടില്ലേ, ഇതുപോലെയൊക്കെ ഒരു യെല്ലോ വിഷ് ഷെയ്ഡ് കൂടി അവിടെ വരും. അതാകുമ്പോൾ കുറച്ചുകൂടി കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഓക്കെ, ഞാൻ അതേ പ്ലാന്റ്സൊക്കെ തന്നെ വെയിലില്ലാത്ത സ്ഥലത്ത് വെച്ച് നോക്കുമ്പോൾ നന്നായിട്ട് മൊത്തത്തിൽ ഗ്രീൻ ആയിട്ടൊക്കെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ വയ്ക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്ലാന്റ്സൊക്കെ ആണെങ്കിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു വെയിലൊക്കെയുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, നന്നായിട്ടുള്ള ഒരു കളർ തന്നെ അത് ഗ്രോ ചെയ്ത് വരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു പ്ലാന്റ് വന്നിട്ട് എനിക്ക് മറ്റതിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്രത്തോളം ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ എങ്കിലും അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു ഹാർഡായിട്ടുള്ള ലീഫൊക്കെയാണ് ഇതിന് വരുന്നത്. പിന്നെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു പ്ലാന്റ് വന്നിട്ടുണ്ടല്ലോ, അത്യാവശ്യം കുറേ ദിവസങ്ങളായിട്ട് അവിടെ നിൽപ്പുണ്ട്. പക്ഷേ ഇത് അങ്ങനെ പെട്ടെന്നൊന്ന് ഹൈറ്റ് വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ്. ഭയങ്കര ലാഗായിട്ടാണ് ഇതിങ്ങനെ പതിയാണ് അത് ഗ്രോ ചെയ്ത് വരുന്നത്. ദെൻ ഈ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ, ഇത് അത്യാവശ്യം നന്നായിട്ട് ഹൈറ്റിൽ വളരുന്ന ഒരു ചെടിയാണ്. ഇത് നമ്മൾ മറ്റേ ഫിഷ് ടാങ്കിലും കാര്യങ്ങളിലൊക്കെ പോട്ടിലൊക്കെ സെറ്റ് ചെയ്തൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇത് നമ്മൾ വാട്ടറിൽ നമ്മൾ കീപ്പ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, അങ്ങനെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. ദെൻ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഇത് അത്യാവശ്യം നല്ല ഹൈറ്റ്, ഇത് നമുക്ക് വീടിൻ്റെ മുറ്റത്തൊക്കെ അത്യാവശ്യം സ്ഥലമുള്ളവരാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ഹൈറ്റിന് തന്നെ ഇത് വളരുന്നുണ്ട്. ഈ ഒരു പ്ലാന്റിന് തന്നെ വേറൊരു ഇതിൻ്റെ ഒരു തൈ എടുത്തിട്ട് ഞാൻ വെയിലുള്ള അത്യാവശ്യം നന്നായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ വെച്ചപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മജന്ത കളർ കൂടി കയറി ഇതിൻ്റെ ലീഫിൽ വരുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി കാണാനും രസമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രയും തന്നെയാണ്. പിന്നെ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുമാത്രമല്ല ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. പിന്നെ അതുമാത്രമല്ല ഈ ഒരു ചെടികളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് അറിയിക്കുക. അത്രയേ ഉള്ളൂ. താങ്ക് യു.